ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റും നേമം എം.എൽ.എയുമായ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ കിങ് മേക്കർ ആയിരിക്കുകയാണ്. ഒരിടത്തെങ്കിലും താമര വിരിയിക്കണമെന്ന വാശിയിൽ തുടങ്ങിയ യാത്ര മൂന്നിടത്ത് താമര വിരിയുന്നതിലും 6 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. രണ്ടാമതെത്തുന്നതിലുമാണ് കലാശിച്ചത്. ഡബിൾ പൂട്ടിട്ട് പൂട്ടിയെന്ന് CPM വീമ്പിളക്കിയ നേമത്ത് ശിവൻകുട്ടിയെ തോൽപ്പിക്കാനുള്ള നിയോഗവും രാജീവ് ചന്ദ്രശേഖരനായിരുന്നു. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ച് വി മുരളീധരനും CPI-യുടെ R രാജേന്ദ്രനെ തോൽപ്പിച്ച് ചാത്തന്നൂരിൽ BB ഗോപകുമാറുമാണ് മൂന്നിടത്ത് താമര വിരിയിച്ചവർ. 6 ബി.ജെ.പി. രണ്ടാം സ്ഥാനത്തെത്തിയത്. തിരുവല്ല, പാലക്കാട്, മലമ്പുഴ, ആറ്റിങ്ങൽ, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. രണ്ടാം സ്ഥാനത്തെത്തി. തിരുവല്ലയിൽ അനൂപ് ആന്റണി, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മലമ്പുഴയിൽ C കൃഷ്ണകുമാർ, ആറ്റിങ്ങലിൽ അഡ്വക്കേറ്റ് P സുധീർ, കാസർഗോഡ് ML അശ്വിനി, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ എന്നിവരാണ് രണ്ടാം സ്ഥാനം പിടിച്ചവർ. ഇതിൽ 2026-ൽ പുതുതായി ബി.ജെ.പി. പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് ആറ്റിങ്ങലും തിരുവല്ലയുമാണ്. മഞ്ചേശ്വരത്തും കാസർഗോഡും മലമ്പുഴയിലും പാലക്കാടും 2021-ലും ബി.ജെ.പി. രണ്ടാം സ്ഥാനത്തായിരുന്നു. പാലക്കാട് 2024-ൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ബി.ജെ.പി. രണ്ടാം സ്ഥാനം നിലനിർത്തി. ഹരിപ്പാട് സന്ദീപ് വാചസ്പതിയും തിരുവല്ലയിൽ അനൂപ് ആന്റണിയും വോട്ട് ഏകദേശം ഇരട്ടിയോളമാക്കി ഉയർത്തി. 2021-ൽ തിരുവല്ലയിൽ മത്സരിച്ച ബി.ജെ.പി. സ്ഥാനാർത്ഥി അശോകൻ കുളനട പിടിച്ചത് 22,674 വോട്ടുകളായിരുന്നെങ്കിൽ 2026-ൽ അനൂപ് ആന്റണി പിടിച്ചത് 43,078 വോട്ടുകളാണ്. അതുപോലെ ഹരിപ്പാടിൽ 2021-ൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 17,890 വോട്ടായിരുന്നു. എന്നാൽ സന്ദീപ് വാചസ്പതി ഇത് 31,022 വോട്ടായി ഉയർത്തി. ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളും ക്രിസ്ത്യൻ സമുദായവും ഒറ്റക്കെട്ടായി UDF-ലേക്ക് ഒഴുകിയപ്പോൾ ബി.ജെ.പിയിലേക്ക് കൂടുതലായി ഒഴുകിയത് ഇടതുപക്ഷത്തു നിന്നുള്ളവരുടെ വോട്ടുകളാണ്. അതേസമയം ചരിത്രത്തിൽ ആദ്യമായി ബംഗാളിലും താമര വിരിഞ്ഞതോടെ ബി.ജെ.പിക്ക് ഇനി രാജ്യത്ത് 17 മുഖ്യമന്ത്രിമാർ ഉണ്ടാകും. 2014-ൽ നരേന്ദ്രമോദി അധികാരമേറ്റപ്പോൾ 7 സംസ്ഥാനങ്ങളിൽ മാത്രം അധികാരമുണ്ടായിരുന്ന പാർട്ടി ഒരു പതിറ്റാണ്ടിനപ്പുറം രാജ്യത്തെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരച്ചിരിക്കുകയാണ്. ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ കരുനീക്കങ്ങളിലൂടെയും ബംഗാൾ പോലുള്ള വേരോട്ടമില്ലാത്ത സംസ്ഥാനങ്ങളിൽ വർഷങ്ങൾ കൊണ്ട് പടിപടിയായി പരുവപ്പെടുത്തിയെടുത്ത തന്ത്രങ്ങളിലൂടെയും അധികാരത്തിലെത്തിയ ബി.ജെ.പി. ഇന്ന് രാജ്യത്തെ 70% മുകളിൽ ജനങ്ങൾക്കുമേലെയും അധികാരം കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഡൽഹി, ഗോവ, ഗുജറാത്ത്, ഹരിയാന, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, ഒഡീഷ, രാജസ്ഥാൻ, ത്രിപുര, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ബി.ജെ.പിക്ക് നിലവിൽ മുഖ്യമന്ത്രിമാരുള്ളത്. ഈ പട്ടികയിലേക്ക് ബംഗാൾ കൂടി ചേരുന്നതോടെ ബി.ജെ.പിക്ക് തനിച്ച് 17 മുഖ്യമന്ത്രിമാരുണ്ടാകും. ആന്ധ്രാപ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, സിക്കിം, പുതുച്ചേരി എന്നീ നിയമസഭകളിൽ ബി.ജെ.പി. ഉൾപ്പെടുന്ന NDA മുന്നണിക്കും മുഖ്യമന്ത്രിമാരുണ്ട്. മറുഭാഗത്ത് മുഖ്യ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം നിലവിൽ 6 സംസ്ഥാനങ്ങളിലാണ് അധികാരത്തിലിരിക്കുന്നത്. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, തെലങ്കാന, കർണാടക, കേരളം എന്നിവിടങ്ങളിൽ. ഒരു കാലത്ത് ബി.ജെ.പിയുടേതിന് സമാനമായി രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന കോൺഗ്രസിനാകട്ടെ കേരളം കൂടി ചേർക്കുമ്പോൾ 4 മുഖ്യമന്ത്രിമാർ മാത്രമാണുള്ളത്. ഇന്ത്യ സഖ്യത്തിന് പുറത്തുള്ള കക്ഷികൾക്കാകട്ടെ മിസോറാം, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഭരണമുള്ളത്. വിജയുടെ TV-ക്ക് അധികാരത്തിൽ വരുന്നതോടെ ഈ പട്ടികയിലേക്ക് തമിഴ്നാട് കൂടി എഴുതി ചേർക്കും.